ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് അവിട്ടം നക്ഷത്രത്തിൻ്റെ 2024 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് അവിട്ടം നക്ഷത്രക്കാരുടെ പൊതുവായൊരു ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടെന്നുള്ളത്. പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ 2024 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ അവിട്ടം നക്ഷത്രക്കാരുടെ ധനസ്ഥിതി മെച്ചപ്പെടുന്നതായിരിക്കും. നിങ്ങൾ ധനപരമായിട്ട് വളരെയധികം ഗുണങ്ങളുള്ള സമയമാണ്. നിങ്ങളുടെ ചിലവൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു തുക നിങ്ങൾക്ക് മെച്ചം വെക്കാൻ സാധിക്കുന്നതാണ്. സേവിങ്സ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് അനുഭവ ഗുണം കൂടുതലായിട്ടുണ്ടാകുന്നൊരു സമയമാണ്. നിങ്ങളുടെ വാക്കും പ്രവൃത്തിയൊക്കെ ഫലപ്രാപ്തിയിലേക്ക് എത്തിച്ചേരും. നിങ്ങൾ പറഞ്ഞ വാക്കൊക്കെ പാലിക്കും. നിങ്ങൾ സ്വന്തം നിലനിൽപ്പ് നോക്കാതെ മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുന്നൊരു പ്രവണത നിങ്ങൾക്കുണ്ടാകുന്നതാണ്. അതുമൂലം നിങ്ങൾക്ക് ധാരാളം കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഭൂമി സംബന്ധമായിട്ടുള്ള ചില പ്രമാണങ്ങളൊക്കെ കൈവശം വന്നു ചേരുന്ന ചില അവസ്ഥകളൊക്കെ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എടുത്തു ചാട്ടങ്ങളൊക്കെ ദോഷഫലം ഉണ്ടാകും. എടുത്തു ചാടി ചെയ്യുന്ന എല്ലാ കാര്യവും നിങ്ങൾക്ക് ദുരിതമായിട്ട് ഭവിക്കും. നിങ്ങളുടെ യാത്രകളൊക്കെ സന്തോഷകരമായിട്ട് ഭവിക്കുന്നതാണ്. ദീർഘയാത്ര അല്ലെങ്കിൽ എന്താ പറയുക, കുടുംബവുമായിട്ടുള്ള ഉല്ലാസയാത്രകളൊക്കെ സന്തോഷകരമായിട്ട് ഭവിക്കുന്നതാണ്. വ്യവഹാരങ്ങളിലൊക്കെ വിജയമുണ്ടാകുന്ന സമയമാണ്. കോടതി വ്യവഹാരമായിക്കോട്ടെ, മറ്റ് തർക്കങ്ങളായിക്കോട്ടെ, തർക്ക വിഷയങ്ങളായിക്കോട്ടെ, വിധി നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഉണ്ടാകുന്ന സമയമാണ്. ജോലിയിലൊക്കെ സ്ഥിരത ഉണ്ടാകുന്നതാണ്. നിങ്ങളെ പെർമനൻ്റ് ആക്കുന്നതാണ് കമ്പനികളിലൊക്കെ. ശരീരത്തിൻ്റെ മനസ്സിൻ്റെയും ക്ഷീണം വർദ്ധിക്കുന്നതാണ്. ശരീരത്തിലും മനസ്സിലൊക്കെ ഈ ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ ഒരു ക്ഷീണ അവസ്ഥ ഉണ്ടാകുന്നതാണ്. എന്നാലും പരാജയത്തെപ്പറ്റി നിങ്ങൾ ചിന്തിക്കാറില്ല. നിങ്ങൾ അഹോരാത്രം നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ തന്നെ മുഴുകുന്നതാണ്. ഈ മാസമൊക്കെ ആകുമ്പോൾ നല്ല വരവിനേക്കാൾ ചിലവ് അധികരിച്ച് വരുന്നതാണ്. ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ നേരെ വിപരീതമായിട്ട് വരുവുണ്ടെങ്കിലും ചിലവ് കൂടുതലായിട്ടായിരിക്കും. നിങ്ങളെല്ലാത്തിനെയും മനസംശയം കൊണ്ട് നേരിടുന്ന ഒരു മനസംയമനം കൊണ്ട് നേരിടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. മനസ്സൊക്കെ നല്ല പാകമായി വരുന്ന സമയമാണ്. ഇതിൽ ശുക്ര സൂര്യ പരിപ്രവർത്തനം മൂലം കർമ്മരംഗത്ത് വൻ നേട്ടങ്ങൾ തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ ജോലിയിലൊക്കെ പ്രമോഷനൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിനുള്ള പരിഹാരങ്ങൾ നിങ്ങൾ പലതും കാണുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് കോടതി കേസുകളിലൊക്കെ അനുകൂലമായ വിധി പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. വിധി പകർപ്പൊക്കെ കിട്ടി കാര്യങ്ങൾ നടന്നു കിട്ടുന്ന സമയമാണ്. ഭാഗ്യതാരകങ്ങളുടെ അനുഗ്രഹം കൊണ്ട് സന്താനങ്ങൾക്ക് ജീവിത മാർഗമുണ്ടാകുന്നതാണ്. നിങ്ങളുടെ സന്താനഭാവവും ഗുണകരമായിട്ട് കാണുന്നത്. ഉദ്യോഗങ്ങളൊന്നും ഉണ്ടായിരുന്ന ജോലിയൊന്നും ആകാത്ത സന്താനങ്ങൾക്ക് ജോലി പ്രവേശിക്കാനുള്ള അനുഗ്രഹമൊക്കെ ദൈവം തരുന്നതാണ്. ജീവിതത്തിൽ കൂടുതൽ ഉയർച്ച തീർച്ചയായിട്ടും ഉണ്ടാകും. നിങ്ങൾ ഇതുവരെ ജീവിച്ചതിനേക്കാൾ കൂടുതൽ 10 മടങ്ങ് ഗുണകരമായ രീതിയിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ്. കർമ്മസ്ഥാനത്തുള്ള വ്യാഴം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് ഭഗവാൻ മഹാവിഷ്ണു അല്ലെങ്കിൽ വ്യാഴഗ്രഹം നിങ്ങൾക്ക് ഗുണഫലം ചെയ്ത് നിൽക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ബൃഹസ്പതി വ്യാഴഗ്രഹം കൊണ്ട് ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തെയാണ് സർവ്വഗുണവും പ്രദാനം ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഫലം നല്ലതായിരിക്കും. ചെറിയ ചില വിശേഷങ്ങളൊക്കെ ഒഴിച്ചാൽ കാര്യങ്ങളൊക്കെ പൊതുവെ ഗുണകരമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രം ദർശിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ വ്യാഴാഴ്ചയും മുടങ്ങാതെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. വ്യാഴാഴ്ച തിടപ്പള്ളിയിൽ പത്മമിട്ട് പാൽപ്പായസം സമർപ്പിക്കുന്നത് ഗുണകരമായിരിക്കും. വിഷ്ണു ഭഗവാന് രാവിലെ പാലഭിഷേകം നടത്തുന്നത് ഗുണകരമാണ്. തുളസിമാല ചാർത്തുന്നതും ഗുണകരമാണ്. വ്യാഴാഴ്ചകളിൽ മഞ്ഞപ്പൂക്കൾ ഭഗവാന് സമർപ്പിക്കുന്നതൊക്കെ ഏറെ ഗുണമാവുന്ന. വ്യാഴാഴ്ച മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, മഞ്ഞ തൂവാല കയ്യിൽ കരുതുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. അതോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമം വ്യാഴാഴ്ച ഉരുവിടുന്നതും ഗുണകരമാണ്. എല്ലാവർക്കും ഭഗവാന്റെ കാരണത്താൽ
നല്ലൊരു സമയമുണ്ടാകട്ടെ. എല്ലാത്തിലും വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.